അത് പള്ളി കമ്മിറ്റിയിലെ ആ കാർഡ് കിട്ടി, പള്ളി കമ്മിറ്റിക്കാർ ഈ തലാഖ് അംഗീകരിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പിന്നെ മറന്ന് 2 വർഷം കഴിഞ്ഞ് അബൂബക്കർ നാട്ടിൽ തിരിച്ചു വന്ന് തന്റെ ഭാര്യ 6 മക്കളുള്ള ആ മനുഷ്യൻ, ഒരുപാട് പ്രായമുള്ള ആ സ്ത്രീയും ആ മനുഷ്യനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവർ ഈ തലാഖ് വലിയ കാര്യം തന്നെ മറന്നു കഴിഞ്ഞിരുന്നു. ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളി ഇടപെടുന്നു, പള്ളി കമ്മിറ്റി വരുന്നു, മഹല്ല് കമ്മിറ്റി വരുന്നു, അവരെ പുറത്താക്കുന്നു, ഊര് വിലക്കുന്നു, അവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അവരത് കൂട്ടാക്കാതെ ആ മഹല്ലിൽ നിന്ന് പുറത്തെവിടെയോ പോയി വാടക വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു. അവിടെയും ഉപദ്രവങ്ങൾ വന്നതായിട്ടൊക്കെ പത്രങ്ങളിൽ നമ്മൾ കാണും. ആരാണ് ഇവിടെ തടസ്സം ഉണ്ടാക്കുന്നത്? മതനിയമം, അള്ളാഹുവിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള മതനിയമമാണത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് തെറ്റ് ചെയ്തത്? ഈ മനുഷ്യന് മാനസികമായ എന്തോ പ്രശ്നമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് ഭാര്യയോട് അല്പം കോപം തോന്നി, അദ്ദേഹം തലാഖ് ചൊല്ലി എന്ന് എഴുതി അയച്ചാൽ ഈ ഭാര്യ എന്ത് തെറ്റ് ചെയ്തു? ആ ഭാര്യയാണ് അതിന് ശിക്ഷ അനുഭവിക്കുന്നത്. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവ് ചെയ്ത ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്റെ ആത്മാഭിമാനവും ശരീരവും ചാരിത്രവും ഒക്കെ മറ്റൊരാൾക്ക് പണയം വെക്കണം എന്ന് പറയുന്ന ഗോത്ര നിയമത്തിന്റെ യുക്തി എന്താണ്? ഇവിടെ പറയുന്നത് അയാൾ ഇങ്ങനെ കാരണം കൂടാതെ നിസ്സാര കാരണങ്ങൾക്ക് തലാഖ് ചെല്ലുന്നതിന് അയാൾക്കുള്ള ശിക്ഷയാണ് എന്നാണ്. എങ്ങനെ അയാൾക്കുള്ള ശിക്ഷയാകുന്നത്? അവിടെയാണ് ഇസ്ലാമിന്റെ സ്ത്രീ സങ്കല്പം വരുന്നത്. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട്, സുഖിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം കാണുന്ന ഒരു ഗോത്ര സമൂഹത്തിൽ ഇത് അയാൾക്ക് ശിക്ഷയായി അനുഭവപ്പെടും. ഇതൊരു കാറോ സൈക്കിളോ അല്ലെങ്കിൽ മറ്റൊരു ഉപകരണമാണെങ്കിൽ അത് കേടുവരുത്തിയിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നത് ഒരു ശിക്ഷയാണ്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീയെ മനുഷ്യരായി കാണുന്നവർക്ക്, ഒരു വ്യക്തിത്വമുള്ള അഭിമാനബോധമുള്ള ഒരു സ്ത്രീയെ മനുഷ്യനായി കാണുന്നവർക്ക് ഈ നിയമത്തെ എങ്ങനെയാണ് പുരുഷനുള്ള ശിക്ഷയായിട്ട് കാണാൻ പറ്റുക? പുരുഷൻ ഇവിടെ ഒരു ശിക്ഷ അനുഭവിക്കുന്നില്ല, അയാളുടെ ഭാര്യയാണ് ആ അഭിമാന ഭംഗം വന്ന് അപമാനിതയായി തീരുന്നത്. അത്തരം നിയമങ്ങളെ സ്ത്രീയെ വെറും ഭോഗവസ്തുവായി കണ്ടിരുന്ന ഒരു പ്രാകൃത ഗോത്ര കാലഘട്ടത്തിലെ ഇത്തരം നിയമങ്ങളെയാണ് ഇന്ന് ദൈവത്തിന്റെ നിയമങ്ങളാണെന്നും പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഈ ആധുനിക പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മതനിയമങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഭൗതികവാദികളുടെയും ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരുടെയും സദാചാരത്തെ ചോദ്യം ചെയ്യാൻ മതത്തിന്റെ വക്താക്കൾക്ക് അവകാശമില്ല. കാരണം മതം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സാമൂഹ്യ നിയമങ്ങളും എല്ലാ ധാർമ്മിക നിയമങ്ങളും ആ മതമുണ്ടായ കാലഘട്ടത്തിലെ ഗോത്രസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വിവാഹ മോചനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും പ്രാകൃതമായ ഗോത്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം ആ സ്ത്രീ ഒരു ഇരുട്ടറയിൽ ചടഞ്ഞിരിക്കണം, ഇദ്ദ എന്ന പേരിൽ ചടഞ്ഞിരിക്കണം എന്നാണ് ഖുർആനിൽ ഒരിടത്ത് പറയുന്നത്. മറ്റൊരിടത്ത് അത് തിരുത്തിയിട്ട് പറയുന്നത് 4 മാസം ഇദ്ദ ആചരിക്കണം. ഇത് ദൈവം ഒരിക്കൽ 1 കൊല്ലം എന്ന് പറഞ്ഞു. ആ 1 കൊല്ലം എന്നുള്ളത് അന്നത്തെ ജാഹിലിയ ഗോത്ര നിയമമായിരുന്നു. പിന്നീട് ദൈവത്തിന് തോന്നിയ 1 കൊല്ലം കുറച്ച് കൂടുതലാണെന്ന്, അത് കുറച്ചേക്കാം. അങ്ങനെ ദൈവം ആ നിയമം വെട്ടിത്തിരുത്തി അത് 4 മാസം എന്നാക്കി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ കുളിക്കാതെയും പല്ല് തേക്കാതെയും ഒരു ഇരുട്ടറയിൽ 4 മാസം ചടഞ്ഞിരിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം. അന്ന് വേറെ ആരും ആ സ്ത്രീയെ കാണാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂലിപ്പണിയെടുത്ത് മക്കളെ പോറ്റുന്ന ഒരു കുടുംബത്തിൽ അച്ഛൻ മരിച്ചാൽ ചിലപ്പോൾ ഈ അമ്മയും കൂലിപ്പണിക്ക് പോയെങ്കിലേ കുട്ടികൾ കഞ്ഞി കുടിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീയെ ഇങ്ങനെ ഇരുട്ടറയിൽ 4 മാസം കിടത്തണം എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? ഇത് ഗോത്ര നിയമമാണ്. ഗോത്ര നിയമമാണെന്ന് മൗദൂദി തന്നെ പറയുന്നുണ്ട്. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ഒരു നിയമം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന ന്യായം സ്ത്രീ ദുഃഖം ആചരിക്കുകയാണെന്നാണ്. വേറൊരു ന്യായം പറയുന്നത് ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏതെങ്കിലും ലാബിൽ പോയി മൂത്രം പരിശോധിച്ചാൽ മതി ഇന്നത്തെ കാലത്ത്. മാത്രമല്ല 90 വയസ്സായ കിളവി, ഗർഭധാരണത്തിനൊന്നും ഒരു സാധ്യതയില്ലാത്ത കിളവിയാണെങ്കിലും ഇതേ ആചരിക്കണം എന്നാണ് നിയമം. ആ പറയുന്ന ന്യായമൊന്നുമില്ല. അത് അന്നത്തെ ഗോത്രത്തിലെ നിയമമാണ്. പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിച്ച സ്ത്രീ വിരുദ്ധമായ നിയമമാണ്. മറ്റൊരു ന്യായം പറയുന്നത് അവൾ ദുഃഖം ആചരിക്കണം. എന്താണ് ഈ ദുഃഖാചരണം? സ്ത്രീക്ക് മാത്രം. എന്നാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഇരിക്കട്ടെ. അതുപോലെ ദുഃഖാചരണമാണെങ്കിൽ ഇല്ല, അയാൾക്ക് പിറ്റേന്ന് വേറെ പെണ്ണ് കെട്ടാം, ഒരു തടസ്സവുമില്ല. ഈ രീതിയിൽ പുരുഷ മേധാവിത്വപരമായ നിയമങ്ങൾ, സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും പുരുഷന്റെ പകുതിയാണ് എന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ സ്വത്ത് അനന്തരാവകാശമായി വീതം വെക്കുമ്പോൾ ആൺമക്കൾക്ക് ഇരട്ടിയും പെൺമക്കൾക്ക് പകുതിയുമായി നൽകണം എന്നാണ് ഖുർആനിലെ ഇസ്ലാമിക ശരീഅത്ത് നിയമം. പെൺകുട്ടികൾ മാത്രമുള്ള ആളാണ് മരണപ്പെട്ടതെങ്കിൽ
പെൺകുട്ടികൾ മാത്രമാണ് അയാളുടെ സ്വത്തിന് അവകാശികളെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ ഈ പെൺകുട്ടികൾക്ക് കിട്ടുകയില്ല ഇസ്ലാം നിയമം അനുസരിച്ച്. ഒന്നിലധികം പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 2/3 സ്വത്ത് മാത്രമേ ഈ പെൺകുട്ടികൾക്ക് വീതം വെക്കേണ്ടുള്ളൂ. ബാക്കി 1/3 സ്വത്ത് അകന്ന ബന്ധുക്കൾക്ക് നൽകണം. അകന്ന ബന്ധുക്കളില്ലെങ്കിൽ പൊതു ഖജനാവിലേക്ക് നൽകണമെന്നാണ് ശരീഅത്ത് നിയമം പറയുന്നത്. നേരെ മറിച്ച് ആൺകുട്ടികളാണെങ്കിൽ ഇയാളുടെ മുഴുവൻ സ്വത്തും ആ ആൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ഒരു മകള് മാത്രമേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മകള് മാത്രമേ എൻ്റെ സ്വത്തിന് അവകാശിയായിട്ടുള്ളൂ എങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം എൻ്റെ സ്വത്തിന്റെ നേർപകുതി മാത്രമേ എൻ്റെ മകൾക്ക് നൽകേണ്ടതുള്ളൂ. ബാക്കി എൻ്റെ സ്വത്തിന്റെ പകുതി എൻ്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മക്കളോ അകന്ന ബന്ധുക്കളാരോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ആരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് പൊതു ഖജനാവിലേക്ക് നൽകണം എന്നാണ് ശരീഅത്ത് നിയമം. അതുപോലെ തന്നെ എൻ്റെ മകൻ ആദ്യം മരിച്ചു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മകന്റെ മക്കൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എങ്കിൽ ആ മകന് കിട്ടേണ്ട സ്വത്തുക്കൾ എൻ്റെ മകന്റെ മക്കൾക്ക്, അനാഥരായ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം. ഈ ശരീഅത്തിനെതിരായിട്ട് ആണ് ചേകനൂർ മൗലവി പണ്ട് ഒരുപാട് ബഹളം ഉണ്ടാക്കിയത്. ഇവിടെ അനാഥരായ പേരക്കുട്ടികൾക്ക് സ്വത്തവകാശമില്ല എന്ന് പറയുന്ന ഗോത്ര നിയമം നീതിക്ക് നിരക്കാത്ത നിയമമാണ്. ഏത് സാമാന്യ ബുദ്ധിയുള്ളവർക്കും അറിയാം. ഇവിടെയൊക്കെ ചില സാങ്കേതിക വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മതത്തിന്റെ ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പ്രാകൃതമായ ആചാരങ്ങൾ, പ്രാകൃതമായ അനുഷ്ഠാനങ്ങൾ ഇന്ന് ലോകത്ത് പരിഷ്കൃത സമൂഹം എല്ലാ പ്രദേശങ്ങളിലും നിയമം മൂലം നിരോധിക്കുകയോ സ്വമേധയാ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള നിരവധി പ്രാകൃതമായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. അതിലൊന്നാണ് നരബലി, മറ്റൊന്നാണ് മൃഗബലി. നമ്മുടെ ഇന്ത്യയിൽ പോലും മൃഗബലി നിരോധിച്ചിട്ടുണ്ട്. കാരണം മൃഗങ്ങളെ, ആരാധനയുടെ പേരിൽ മൃഗങ്ങളെ കഴുത്ത് വെട്ടി ദൈവങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഒരു പരിഷ്കാരിയായ മനുഷ്യന് യോജിച്ചതല്ല എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം മൂലം നിരോധിച്ചത്. കൊടുങ്ങല്ലൂരിൽ കോഴിയെ വെട്ടുന്നത് പോലും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. എന്നാൽ ലോകത്ത് ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് മൃഗങ്ങളെ, മിണ്ടാപ്രാണികളെ കൂട്ടത്തോടെ ബലി നടത്തുന്ന കർമ്മം നടക്കുന്നത് ഇസ്ലാമിലെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട. നമ്മുടെ രാജ്യത്ത് നിന്ന് മൃഗബലി നിരോധിച്ച നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ മൃഗബലി അവിടെ പോയി നടത്താനാണ് നമ്മൾ 25,000 രൂപ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് സബ്സിഡി കൊടുക്കുന്നത്. ഇന്ത്യയിൽ നിരോധിച്ച മൃഗബലി മക്കയിൽ പോയി നടത്താൻ ഇവിടെ നിന്ന് നമ്മുടെ മതേതര ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്നു. 4,000 രൂപയോളം അവിടെ ഒരാൾ സൗദി ഗവൺമെന്റിന് അടയ്ക്കണം മൃഗബലിയുടെ ഇനത്തിൽ എന്നാണ് പറയുന്നത്. 25 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം ഹജ്ജിനെത്തുന്നത്. കണക്ക് കൂട്ടിയപ്പോൾ 1000 കോടി രൂപ മൃഗബലിക്കായി സൗദി ഗവൺമെന്റിന്റെ ഖജനാവിൽ എത്തുന്നു ഓരോ വർഷവും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒട്ടകങ്ങൾ, 7 പേർക്ക് ഒരൊട്ടകം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാട് എന്ന തോതിൽ അവിടെ ബലി നടക്കണമെന്നാണ് നിയമം. അത്രയും നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം ആ തോതിലൊക്കെ മൃഗങ്ങളെ ബലി നടത്തുന്നുണ്ടെങ്കിൽ ലോകത്ത് ഒട്ടകവും ആടും ഒക്കെ വംശനാശം വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് ആ കാര്യത്തിൽ. ഈ പണം വാങ്ങിയിട്ട് കുറച്ചൊക്കെ അറക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെ അവിടെ ബലി അറക്കുന്ന മൃഗങ്ങളെ അടുത്ത കാലം വരെയും മരുഭൂമിയിൽ ഒന്നാകെ കൂട്ടിയിട്ട് ഉണക്കി നശിപ്പിച്ചു കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ അടുത്ത കാലത്ത് അതിൽ കുറച്ച് ഭാഗം സംസ്കരിച്ച്, ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ കുറച്ച് ഭാഗം മാംസം സംസ്കരിച്ച് ടിൻ ചെയ്ത് ആഫ്രിക്കയിലേക്കും മറ്റും അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ അടുത്ത ദിവസം തന്നെ മാധ്യമത്തിൽ വന്ന ഒരു കണക്കനുസരിച്ച് അവിടെ ആ ബലി അറക്കപ്പെടുന്നതിന്റെ ഒരു 40% അങ്ങനെ സംസ്കരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കി 60% മരുഭൂമിയിൽ ഉണക്കി കളയുന്നു. ഈ മൃഗബലിയെ ഞങ്ങളെ യുക്തിവാദികൾ വിമർശിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിന്റെ വക്താക്കൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പറയുന്നത് എന്താണ്? അത് പോഷകാഹാര വിതരണത്തിന് വേണ്ടി നടത്തിയൊരു ഏർപ്പാടാണെന്ന്. ഞാൻ ചോദിക്കുന്നു, പോഷകാഹാര വിതരണമാണ് ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണി മാറ്റലാണ് മൃഗബലിയുടെ ലക്ഷ്യമെങ്കിൽ ആ മൃഗബലിയെ നമുക്ക് ഒന്ന് മാറ്റിക്കൂടെ? ഈ മിണ്ടാപ്രാണികളൊക്കെ ഒന്ന് മരുഭൂമിയിൽ തള്ളുന്ന ഏർപ്പാട് നിർത്തിയിട്ട് ആ 1000 കോടി ഉറുപ്പിയൊക്കെ നമുക്ക് ഗോതമ്പോ റൊട്ടിയോ അരിയോ വാങ്ങിയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സോമാലിയയിലും സുഡാനിലും ഒക്കെ പട്ടിണി കിടക്കുന്നവർക്ക് എത്തിച്ചു കൊടുത്തൂടെ? ദൈവം ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലേ ദൈവത്തിന്? അത് പറയുമ്പോഴാണ് അത് മാറ്റാൻ പറ്റില്ല. കാരണം മതനിയമമാണ്. മതത്തിന്റെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തിക്കൂടാ എന്നാണ് പറയുന്നത്. അങ്ങനെ മൃഗബലി മാത്രമല്ല നരബലിയെയും പാടിപ്പുഴത്തുന്നു. സെമിറ്റിക് മതങ്ങൾ, ക്രിസ്തുമതവും ഇസ്ലാം മതവും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാകർമ്മമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ്? നരബലിയാണ്.
കാരണം ഇബ്രാഹിം നബി സ്വന്തം പുത്രനെ, ഇഷ്ടപുത്രനെ ബലിയർപ്പിച്ചു. അങ്ങനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി. അതിൽ സംപ്രീതനായി ദൈവം തൽക്കാലം അവനെ രക്ഷപ്പെടുത്തി ഒരാടിനെ പകരം മറക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ മൃഗബലി, നരബലിക്ക് ബദലായിട്ടാണ് മൃഗബലി കൊണ്ടുവരുന്നത്. അവിടെ ദൈവം ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ